Hellcat. Hi friends, welcome to Azu's Kitchen. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു വെജിറ്റബിൾ റൈസിനെ കുറിച്ച്. ആ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അരി വേണം. അത് ഏത് ടൈപ്പ് അരി വേണമെങ്കിലും നമ്മൾ സാധാരണ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏത് അരിയും നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഈ ഒരു കപ്പിൽ ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് കഴുകി വെള്ളം വലം വെച്ചിട്ടുള്ളതാണ്. ഇതിന് ആവശ്യമായത് വേവിക്കാനായിട്ട് നമുക്ക് 4 കപ്പ് വെള്ളം വേണം. ആ 4 കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 കപ്പ് തേങ്ങാപ്പാലും ബാക്കി 3 കപ്പ് വെള്ളവുമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചതുരായിട്ട് കട്ട് ചെയ്തത്, ഒരു വലിയ ക്യാരറ്റ് ചതുരായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ ഒരു കപ്പല്ല 1/4 കപ്പ് മല്ലിയില, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സവാളയുടെ പകുതി ചതുര കഷ്ണങ്ങളായി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്. ഇനി ആ സവാളയുടെ ബാക്കി പകുതി ഞാൻ പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാഷ്യൂനട്ടും വേണം ഗാർണിഷ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തതും, ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര്. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായാലും നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അത് നന്നായി ഒരു ഗോൾഡൻ കളർ വരുന്നത് വരെ നമ്മൾ വഴറ്റണം. നന്നായി ഗോൾഡൻ കളർ ആവുന്നതിന് മുമ്പ് ഈ ഒരു പരുവത്തിൽ എത്തുമ്പോഴത്തേന് നമ്മൾ കുറച്ച് ക്യാഷ്യൂനട്ടും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റി ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക. ഒരുപാട് കരിഞ്ഞു പോരുത്. ഈ അണ്ടിപ്പരിപ്പിൻ്റെ കളർ മാറി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കണം. ഇതാ ഞാനിവിടെ ഇത് കോരിയുടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ആ വെളിച്ചെണ്ണ തന്നെ ഒരു കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വഴന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക. ലേശം ഉപ്പ് ചേർക്കുക. നന്നായി വഴന്നു വരണം. വഴന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഉരുളക്കിഴങ്ങോ അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ബീൻസോ ക്യാബേജോ എന്തുണ്ടെങ്കിലും നമുക്കിതിൽ ചേർക്കാം കേട്ടോ. പക്ഷെ ഒരുപാട് പച്ചക്കറി ആവരുത്. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ മടിയാവും. ഒരു ഏകദേശം കുറച്ച് നമ്മളുടെ അരിയുടെ അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റാം. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ വഴറ്റേണ്ടി വരും നമ്മൾ. ഇപ്പോൾ ഇത് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയിട്ട് അതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം മല്ലിയില 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റുക. ഇനി നമ്മൾ ആ അരി വെള്ളം കളഞ്ഞ് ഊറ്റി വെച്ചിട്ടുള്ള സാധാരണ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരി ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായി അരി ഇതിൽ വഴറ്റി കൊടുക്കുക. അതിനുശേഷം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ അരി നന്നായിട്ട് വഴറ്റുന്നത്. അതിനുശേഷം നമ്മൾ ആ വെള്ളം 4 കപ്പ് വെള്ളവും തേങ്ങാപ്പാലും കൂടെ ഉള്ള മിക്സില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ കുക്കർ അടച്ചു വെക്കുന്നതിന് മുമ്പ് അതിൽ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കിയിട്ട് ഇനി നമുക്ക് കുക്കർ മൂടി വയ്ക്കാം. ഇനി നമ്മളിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പാകത്തിന് ഉപ്പ് ചേർത്ത് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് കുക്കർ മൂടി വെക്കാനായിട്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ മൂടി വെക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഉപ്പ് നോക്കി പാകമാണ്. ഇനി അത് അടച്ചു വയ്ക്കുന്നുണ്ട്. അടച്ചു വെച്ച ഉടനെ നമ്മൾ വിസിലിടരുത്. ഇത് ഹോളിലൂടെ ആവി വരുമ്പോൾ ജസ്റ്റ് വിസിലിടുക. ഇപ്പോൾ ഇതാ ഇവിടെ കുക്കറിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വിസിലിട്ടു. നന്നായിട്ട് ആവി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആവി പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. വിസിൽ അടിക്കാൻ നിൽക്കരുത് കേട്ടോ. നമ്മളത് ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇതവിടെ അരമണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ഞാൻ വിസിലൊന്ന് എടുത്ത് ആവിയൊക്കെ നന്നായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് പ്ലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളടക്കം നന്നായിട്ട് കഴിക്കും. നമുക്ക് അധികം കറികളൊന്നും വേണമെന്നില്ല. ഒരു സാലഡോ പപ്പടോ എന്തുണ്ടെങ്കിലും കഴിക്കാം. പിന്നെ ഞാൻ വേറൊരു ചിക്കൻ്റെ ഡിഷിൻ്റെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഡിഷും ഇതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ അടിപൊളി വെജിറ്റബിൾ റൈസ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റൈസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. Azu's Kitchen. Please don't forget to subscribe.